ആ ഇപ്പം എന്ത് ചെയ്യാനോ നമ്മുടെ കാര്യങ്ങളൊക്കെയാണല്ലോ. അയ്യോ അതെ, ഇതെത്രയാ? രണ്ടല്ലേ? അപ്പൊ നിനക്ക് അറിയാം, എന്നിട്ടാണ് കറക്റ്റിന് വണ്ടി ബാക്ക് കൊണ്ട് ചാർത്തിയേ. ചേട്ടാ, അത് പെട്ടെന്നൊരു പട്ടി പട്ടം ചാടിയപ്പോ കിടന്ന് ഉരുളല്ലേ, വണ്ടിയുടെ EMI പോലും അടച്ചു തീർത്തിട്ടില്ല. ചേട്ടാ സോറി. അവളുടെ ഒരു സോറി. കിടപ്പുണ്ട്. അയ്യോ നോയിക്കൊണ്ടിരിക്കാതെ വന്ന് പൊക്കടി. ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ? നീ ഇങ്ങോട്ട് മാറിയേ. വണ്ടി ഓണാവുന്നില്ലല്ലോ. ചേട്ടാ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്ക്. എന്നാ നീ ഒന്ന് ട്രൈ ചെയ്യ്. ഒരു കാര്യം ചെയ്യ്, നീ വണ്ടി നടക്കുന്നിട്ട് പോയാൽ മതി. അയ്യോ ചേട്ടാ, എൻ്റെ പൈസ ഇല്ല. പൈസ ഇല്ലേ? എന്നാലേ ഞാൻ കേസിൻ്റെ പുറവെക്കണം, അതേ നടക്കും. അത് പറ്റില്ല, എൻ്റെ കയ്യിൽ ലൈസൻസ് ഇല്ല. ആ ലൈസൻസ് ഇല്ലാതെ നമ്മൾ രാവിലെ വണ്ടി കൊണ്ട് കയറ്റാൻ വന്നേ? ചേട്ടാ പ്ലീസ്. ഒരു കാര്യം ചെയ്യ്, നിന്റെ വണ്ടി ഞാൻ കൊണ്ടുപോകാം, നീ ശരിയാക്കിട്ടെ ചാവിയായിട്ട് വന്നാൽ മതി. അത് പറ്റില്ല. എങ്കിൽ നീ വണ്ടി തരണ്ട, ഞാനേ കേസുമായിട്ട് മുമ്പോട്ട് വയ്ക്കോളാം. ചേട്ടൻ എന്നെ തൂക്കിക്കൊല്ലാന്ന് പറഞ്ഞാലും വണ്ടി ഞാൻ തരത്തില്ല. ഇതാരുടെ വണ്ടി? ഇതെൻ്റെ വണ്ടി. നിന്റെ വണ്ടിയാ? ഇന്ന് മുതൽ ഇതെൻ്റെ വണ്ടി. മനസ്സിലായില്ല. എൻ്റെ ഓഫീസിലെ വൈശാഖ് എന്ന് പറഞ്ഞ സ്റ്റാഫുണ്ട്. പുള്ളി കുറേ നാളായിട്ട് ഈ വണ്ടി വിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാനിങ്ങ് വാങ്ങി. കൊള്ളാം, എന്തായാലും നമുക്ക് പുതിയ വണ്ടിയായല്ലോ. ഹലോ, നമുക്കല്ല, എനിക്ക്. അതെന്താടി? അതല്ല, അതെന്താ ചേച്ചി അങ്ങനെയൊരു വർത്താനം? എന്താ വിളിച്ച ചേച്ചിന്ന്? ഒരു വണ്ടി വാങ്ങിയപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ദൈവമേ. ചേച്ചി എന്നെയും കൂടെ ഒന്ന് വണ്ടി ഓടിക്കാൻ പറ്റും? നീ എന്നെ ഒന്നുകൂടെ ചേച്ചിന്ന് വിളിച്ചേ. ചേച്ചി പോവാം. എങ്ങോട്ട്? ഇങ്ങോട്ട് ഇറങ്ങിക്കേ. ചേച്ചി ഇന്ന് ഞാൻ എടുക്കാം. പറ്റത്തില്ല, ഇങ്ങോട്ട് ഇറങ്ങിക്കേ പ്ലീസ് ചേച്ചി. ചേച്ചിക്ക് അറിയണല്ലേ, ഞാൻ നന്നായിട്ട് ഓടിക്കും. കയറി കയറി, ടൈമില്ല, വേഗം പോവാം. ബോധം വരെ എനിക്കൊരു 2 ആഴ്ച എടുത്തു. ഞാൻ കണ്ണുറന്ന് നോക്കിയപ്പോൾ എൻ്റെ ചുറ്റിലും ഡോക്ടേഴ്സാ. ഞാൻ ചേച്ചി എവിടെയെന്ന് ചോദിച്ചപ്പോൾ ആരൊന്നും മിണ്ടുന്നില്ല. പിന്നെ ഞാൻ ചേച്ചിയെ കാണുമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോഴാണ് നേഴ്സ് പറഞ്ഞ് ചേച്ചി ഇനി വരില്ലെന്ന്. ആദ്യം കുറച്ച് ആഴ്ചകൾ ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അച്ഛനും അമ്മയും ചെറുപ്പത്തിലെ മരിച്ചതാ. എനിക്ക് അവളെ ഉണ്ടായിരുന്നുള്ളൂ. ആക്സിഡൻറ്റിന് ശേഷം ആ വണ്ടിയിലേക്ക് നോക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയായിരുന്നു. പിന്നെ അവളെനിക്ക് വെച്ചിട്ട് പോയതല്ലേ. അവളുടെ ഓർമ്മയ്ക്ക് എനിക്ക് ആ വണ്ടി മാത്രമേ ഉള്ളൂ. വണ്ടി എനിക്ക് തരാൻ പറ്റില്ല ചേട്ടാ. ചേട്ടൻ വേണമെങ്കിൽ കേസ് കൊടുത്തു. എടോ, കേസൊന്നുമില്ല, ഞാൻ വരെ തന്നെ പേടിപ്പിക്കാനായിട്ട് പറഞ്ഞതാ. വണ്ടി ഞാൻ ശരിയായിക്കോളാം, താൻ പൊയ്ക്കോ. താൻ ആ ഫോണും തരാമോ? ഇതാ എൻ്റെ നമ്പർ, താൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്ക്. ഓക്കെ.
എടി, നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് വണ്ടി എടുത്ത് ഇങ്ങനെ പുറത്ത് പോരുതെന്ന്. ഇന്ന് ആരുടെ മേലെ ചാർത്തിയത്? തെങ്ങോ പോസ്റ്റോ? ആരുടെയും മേലെയല്ല, ഒരുത്തന്നെ വണ്ടി കിട്ടാ. എന്നിട്ടെന്താ? അവൻ കേസ് കൊടുക്കുന്നാ പറഞ്ഞേ. ഞാൻ ചേച്ചിയെ ചെറുതായിട്ടൊന്ന് കൊന്നു. കുറച്ച് കണ്ണീരൊക്കെ വാരി വെതറി. പാവം, അതിൽ ഫ്ലാറ്റ്. നമ്പറൊക്കെ തന്നിട്ടുണ്ട്. ഇനി ഇതാണെങ്കിലോ പണിക്കര് പറഞ്ഞ പയ്യൻ. നിന്നെ